നമുക്കറിയാം ഇന്ന് വിശേഷങ്ങൾ അനവധിയുണ്ട്. എന്നാൽ നല്ല വാർത്തകൾ പലരും പറയാറുണ്ട്. എന്നാൽ സുവിശേഷം എന്ന് പറയുവാൻ തക്കോണം അത് ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. ആ സുവിശേഷത്തെ കുറിച്ച് ബൈബിൾ ഇപ്രകാരം പറയുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെണീറ്റ് വീണ്ടും വരുന്നവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അത് മാത്രമല്ല, ന്യായം വിധിക്കുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു എന്ന സുവിശേഷമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ തക്കമുള്ളത്. ഈ യേശുക്രിസ്തുവിനെ ഒരുപക്ഷെ നിങ്ങളൊരു മഹാത്മാവായിട്ട് കാണുന്നുണ്ടായിരിക്കാം, വലിയൊരു ഗുരുവായിട്ട് കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു നേതാവായിട്ട് ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ താൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ താൻ ഒരു മഹാത്മാവെന്ന് മാത്രമല്ല, അവൻ പാതയെ ഒരുക്കി തരുന്നതായിരിക്കുന്ന സത്യവചനത്തെ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്ന ഒരു ഗുരുവായിരുന്നു, ഒരു മഹാത്മാവായിരുന്നു, അവൻ ദൈവമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. കാരണം എന്ത്? ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ കൊണ്ട് ലജ്ജയില്ലാത്ത പൗലോസ്, ശൗൽ എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന അന്ന് ശൗൽ എന്ന് അറിയപ്പെടുന്ന പൗലോസ്, ക്രിസ്ത്യാനികളെ ഒടുക്കുവാൻ കൊണ്ട് എനിക്ക് യാതൊരു ലജ്ജയും ഇല്ലായിരുന്നു. റോമ ഗവൺമെന്റിന്റെ അധികാരപത്രവുമായിട്ട് അനേക ക്രിസ്ത്യാനികളെ ഒടുക്കുവാൻ കൊണ്ട് തയ്യാറായി അനേക നീചകൃത്യങ്ങൾ ചെയ്തതായിരിക്കുന്ന ശൗൽ പൗലോസ് ആയതിനു ശേഷം പറയുകയാണ്: എനിക്ക് ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരുപക്ഷെ പറഞ്ഞു കാണും, ഒരു നിന്ദനായിരിക്കുന്ന ഒരു സ്വരം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും, ഒരു പരിഹാസത്തിൻ്റെതായിരിക്കുന്ന ഒരു ചുവ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വന്നിരിക്കും. ഇത് എന്തിനു വേണം? ഈ സുവിശേഷമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ നിൽക്കുന്ന കാരണം എന്താണ്? അതേ പ്രിയരെ, തീവ്രവാദത്തിൽ ഏറ്റവും ഉന്നതനായിരുന്ന പൗലോസ് പറയുന്നത്: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. തനിക്കറിയാമോ, താൻ മതപണ്ഡിതനുള്ളവനായിരുന്നു, മഹാസമ്പന്നനായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാൻ ഗുണം ഇത്ര തീവ്രവാദത്തോടുകൂടി മുമ്പോട്ട് നടന്നതായിരിക്കുന്ന പൗലോസിന് പറയാനുള്ളത്: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ സുവിശേഷത്തെ കുറിച്ച് നിങ്ങൾക്ക് ലജ്ജയാണോ? ഈ സുവിശേഷം പറയുവാൻ നിങ്ങൾക്ക് ലജ്ജയാണോ? ഈ സുവിശേഷം പറയുന്നത് നിങ്ങൾക്ക് ലജ്ജയാണോ? അത്രമാത്രമല്ല, ഈ സുവിശേഷം പറയുന്നവർക്കെതിരെ നിങ്ങൾ ആക്രോശിക്കുവാൻ തയ്യാറാണോ? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. കാരണം എന്തെന്നറിയാമോ? അവിടെ തന്നെ താൻ പറയുന്നുണ്ട്, ഇത് ദൈവശക്തിയാണ്. പ്രിയരെ, അനേക ശക്തി തനിക്ക് അതേ ഉണ്ടായിരുന്നു, അനേക വീര്യപ്രവർത്തികൾ താൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ താൻ പറയുകയാണ്: ഞാൻ ഒന്നുമില്ലാത്തവരായിരിക്കുന്നു, എന്നാൽ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട്, അത് ദൈവശക്തിയാണ്. ആ ദൈവശക്തി തനിക്ക് അനുഭവിപ്പാൻ ഇടയായതുകൊണ്ട് താൻ പറയാണ്: ഏത് സാഹചര്യത്തിലാണെങ്കിൽ തന്നെ എവിടെയും ഞാൻ കടന്നുപോയിട്ട് ഈ സുവിശേഷം ഞാൻ അറിയിക്കും. ഈ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഡേറ്റ് ഓഫ് കമ്മിങ് ആണ്. എവിടെ പറയുന്നുണ്ട് അവിടെയല്ല പറയുന്നത് ഞാൻ വന്നു, ഞാൻ വന്നു, ഞാൻ വന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തു വന്നവനാണ്. വന്നവനെന്ന് പറയുമ്പോൾ തന്റെ ആരംഭം ബേത്ലഹേമിൽ അല്ല, അവൻ മുന്നേ ഉള്ളവനാണ്. അവൻ വന്നവനാണ്. യേശുക്രിസ്തു വന്നവനാണ്. യേശു ഇതുപോലെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാമല്ലോ, 33 വർഷക്കാലം താൻ ഈ ലോകത്തിൽ ജീവിച്ചു. ലോകത്തിന് മുൻപാകെ വെല്ലുവിളിച്ചു. ആർക്കെങ്കിലും എന്നെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? തെറ്റുകൾ കാണിക്കാൻ പറ്റുമോ? കുറ്റങ്ങൾ കാണിക്കാൻ പറ്റുമോ? കാണിച്ചില്ല. കള്ളസാക്ഷികളെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അവിടെയും കർത്താവായ യേശുക്രിസ്തു തന്റെ പവിത്രത കാണിച്ചു. അവൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചു. മാത്രമല്ല, അടക്കിയപ്പോൾ നമുക്കറിയാമല്ലോ, റോമ ഗവൺമെന്റ് സീൽ കുത്തി, സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തി, വലിയൊരു കല്ലുരുട്ടി വെച്ചു. ഇതൊക്കെ എന്തിനായിരുന്നു? ഒരു ശവം എപ്പോഴെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? എന്നാൽ അവർക്ക് അറിയാമായിരുന്നു, ഈ മഹാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കും, മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കും. അതേ പ്രിയരെ, ഞങ്ങൾ സുഘോഷിക്കുന്നതായിരിക്കുന്ന ഈ യേശുക്രിസ്തു അവൻ മരിച്ചവൻ മാത്രമല്ല, അവൻ മരിച്ചിട്ട് ആ കല്ലറയിൽ അവനെ അടക്കുവാൻ സാധിച്ചില്ല. ആ കല്ലറ ഒരു ദിവസം പൊട്ടി. ആ കല്ലറയിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു വെളിയിൽ വന്നു. ആ കല്ലറ ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒരു ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അവരിവിടെ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് മഹാത്മാവിന്റെയാണ് കല്ലറ തുറന്നു കിടക്കുന്നത്? ഏത് മഹാത്മാവിന്റെ കല്ലറ പോയി നോക്കിയാലും അവരുടെ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, പേരുണ്ട്, വീട്ടുപേരുണ്ട്, ഇതൊക്കെ കാണും. എന്നാൽ
ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നതായിരിക്കുന്ന നസറേനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ എഴുതിയിരിക്കുന്നത് തന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് കമ്മിങ്ങും ഡേറ്റ് ഓഫ് ഡെത്തും അല്ല, പിന്നെയോ എഴുതിയിരിക്കുന്നത് അവൻ ഇവിടെ ഇല്ല. അവന്റെ ശരീരത്തിന്റെ ഒരു എല്ലെങ്കിലും അവിടെയെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ നമുക്ക് അവിശ്വസിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇവിടെ വരികയില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു എല്ലെങ്കിലും അവിടെ എങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ പ്രിയരെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇവിടെ വരത്തില്ലായിരുന്നു. ഞങ്ങൾ വരുവാൻ കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്, അവൻ ദൈവപുത്രനാണെന്നുള്ളതാണ്. മാത്രമല്ല 40 ദിവസത്തിന് ശേഷം താൻ സ്വർഗ്ഗാരോഹണം ചെയ്തു. എന്നിട്ട് തന്റെ ദൂതന്മാർ പറഞ്ഞു, ഞാൻ പോയതുപോലെ ഞാൻ വീണ്ടും. ആ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാൻ പോവുകയാണ്. പ്രിയരെ, ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ സമയം, ഇപ്പോൾ സുപ്രസാദ കാലം. ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വന്നേക്കാം. മരണം നിന്നെ ഈ സമയത്ത് ഏത് സമയത്ത് നമുക്കറിഞ്ഞുകൂടാ. മരണം ഏത് സമയത്ത് നമ്മുടെ സമീപത്തേക്ക് കടന്നു വരും. അവൻ മരണം വന്നാൽ അവൻ കാല് വെറും കൈയോടെ പോവുകയില്ല, നമ്മെ കൂട്ടിക്കൊണ്ടേ പോവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ സ്ഥാനത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നതിൽ കൂടി ഒരുപക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ ഇപ്പോൾ സുപ്രസാദ കാലം, ഇപ്പോൾ രക്ഷാദിവസം. ഇത് രക്ഷാദിവസമാണ്. നിനക്ക് രക്ഷിക്കപ്പെടുവാൻ, നിനക്ക് ദൈവത്തിന്റെ മകനായി മകളായി തീരുവാൻ നിൽക്കണം ഒരു അവസരമാണ്. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പാട്ടുകൾ അനുഭവത്തിൽ കൂടി പാടുവാൻ കഴിഞ്ഞു. ഓ, അതിലില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം. പ്രിയരെ, ലോകത്തിന്റെ സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ ആ സ്നേഹം കെട്ടുപോകും. എന്നാൽ ഒരിക്കലും കെടാത്തതായിരിക്കും സ്നേഹം. അതേ, യോഗ്യതയില്ലാത്ത എന്നെ അവിടുന്ന് യോഗ്യനാക്കി തീർന്ന സ്നേഹം. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ കാൽവരി ക്രൂശിലേക്ക്, അതിന് ദാതാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഗുണം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. പ്രിയരെ, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഭാഗം എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. അവൻ പ്രായശ്ചിത്ത മരണം ധരിച്ചു എന്നാണ്. പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ നിനക്ക് പകരമായിട്ട് നീ ഏൽക്കേണ്ടതായിരിക്കുന്ന ശിക്ഷ, നീ ഏൽക്കേണ്ടതായിരിക്കുന്ന മരണത്തിന് പകരം വേറൊരു മരണം വരിച്ചു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. ഇവിടെ ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവവലിവനായിരിക്കും ദൈവം ഇടപെടട്ടെ. എത്ര കഠിന ഹൃദയത്തോടു കൂടി ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടതായിരിക്കുന്ന ആ ഒരു വലിയ മാറ്റം വരേണ്ടതിനായിട്ട്, ഒരു മനസാന്തരം വരേണ്ടതിനായിട്ട്, ഒരു മനപരിവർത്തനം വരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രത്യേക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഞാൻ സമാപനം കുറിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും സഹായിക്കും.